السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ബഹുമാന്യ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരാകാൻ നമുക്കേവർക്കും സാധിക്കണം. അതിനുള്ള സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് വർഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അവൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാർ, ഇന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അന്ത്യഘട്ടത്തിൽ നൽകിയ വളരെ സുപ്രധാനമായ ചില ഉപദേശങ്ങളുണ്ട്. എക്കാലത്തേക്കും മുസ്ലിം ഉമ്മത്ത് ഓർത്തിരിക്കേണ്ട, മറക്കാതെ വിസ്മരിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ഉപദേശങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യദിനങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഉപദേശങ്ങളിൽ വളരെ ശ്രദ്ധേയമായ, ഇന്നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് അവസാനത്തെ വർഷമായപ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അതിനു മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ഹജ്ജിൽ വളരെ പ്രധാനപ്പെട്ട ചില വിളംബരങ്ങൾ നടത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിക്കുകയും ചെയ്തു. മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം മുസ്ലിങ്ങൾ ആദ്യം നിർവഹിക്കുന്ന ഹജ്ജായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യങ്ങളാണ് വിളംബരം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഒന്ന്, ബഹുദൈവ ആരാധകന്മാർ അടുത്ത വർഷം മുതൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുവാദമില്ല എന്നത്. രണ്ട്, വസ്ത്രമില്ലാതെ തവാഫ് ചെയ്യുവാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിളംബരം നടത്തിക്കൊണ്ട് അബൂബക്കർ അല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അടുത്ത വർഷം ഹജ്ജിന് പോകുന്നു എന്ന വിവരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയിച്ചു. പ്രവാചകനോടൊപ്പം ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് മദീനയിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ പങ്കെടുത്തു. 1,00,000-ൽ പരം ആളുകളായിരുന്നു അന്ന് ഹജ്ജ് കർമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കെടുത്തിരുന്നത്. ഈ ഹജ്ജാണ് ചരിത്രത്തിൽ ഹജ്ജത്തുൽ വിദാ
പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞ ഹജ്ജ് എന്ന് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്. ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വിദാ എന്ന പേര് അറിയപ്പെടുന്നത്. ഈ ഹജ്ജിൻ്റെ മുമ്പ് തന്നെ പ്രവാചകന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാഠം ഒരു തവണ എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നോക്കാറുണ്ടായിരുന്നു. ആ വർഷം 2 തവണയാണ് ആവർത്തിച്ചത്. അത് റസൂലിന് ചില സൂചനകൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയോട് പറഞ്ഞു, ഇത്തവണ 2 പ്രാവശ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എൻ്റെ ഖുർആൻ പാരായണം നോക്കിയിട്ടുള്ളത്. എൻ്റെ ആയുസിൻ്റെ അവധി അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയോട് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ ഒരു പിതാവിൻ്റെ വേർപാടിൻ്റെ ഘട്ടം അടുത്തു എന്നറിഞ്ഞപ്പോൾ ഏതൊരു മകൾക്കും ഉണ്ടാകുന്ന ദുഃഖം ആ മകൾക്കുണ്ടാവുകയും കരയുകയും ചെയ്തു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ വനിതകളുടെ നേതാവായി നീ മാറുന്നത് നിനക്ക് തൃപ്തി നൽകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയും ചെയ്തു. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയ തൻ്റെ അവധി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് മകൾക്ക് പോലും നൽകിയിട്ടുള്ളത്. പിന്നീട് ഹജ്ജിൻ്റെ ഘട്ടങ്ങളിൽ അറഫയിൽ സമ്മേളിച്ച സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമായും നൽകിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ വചനം അറഫ ദിനത്തിൽ അവതരിച്ചു. ഇത് കേട്ടപ്പോൾ പലർക്കും വലിയ സന്തോഷമുണ്ടായി. 23 വർഷക്കാലത്തെ ദൗത്യ പൂർത്തീകരണത്തിലെത്തുക എന്നത് സന്തോഷകരമായൊരു സന്ദർഭം തന്നെയാണ്. മാത്രമല്ല 1,00,000-ൽ പരം ആളുകൾ സമ്മേളിച്ചൊരു സദസ്സിൻ്റെ മുമ്പിലാണ് ഈ ആയത്തിൻ്റെ അവതരണമുണ്ടായത്. അത് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർണമായ അറഫാ ദിനത്തിലുമായിരിക്കെ, അതും വെള്ളിയാഴ്ച കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷകരമായൊരു സുദിനത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത്. ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ സന്ദർഭമായിരുന്നു അത്. ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പറഞ്ഞു, ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ഈ ഷെയ്ഖ് കരയുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഒരു സംഗതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക, അതല്ലേ സമ്പൂർണത സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. ഇതേ സന്ദർഭത്തിൽ തന്നെ ആ ഹജ്ജിൻ്റെ ഇടയിലുള്ള ഖുത്ബകളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിൻ്റെ ശേഷം നിങ്ങളെ ഞാൻ കണ്ടുമുട്ടാതിരുന്നേക്കാം. അതുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത് കൃത്യവും ശരിയും പൂർണ്ണമായ രീതിയിൽ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്യണം. മുമ്പ് നിങ്ങൾ ചെയ്തു വന്നിരുന്നതിൽ അബദ്ധങ്ങളുണ്ട്, അത് തിരുത്തണം. ഏതാണ് ശരി എന്ന് എന്നിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിനത്തിലെ ഖുത്ബയിൽ പറയുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റൊരു സൂറത്ത് കൂടി അവതരിക്കുന്നത്. അതോടുകൂടെ തന്നെ പ്രവാചകന്റെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് എത്തി എന്നുള്ളത് വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിൻ്റെ സഹായം താങ്കൾക്ക് വന്നു, വൽ ഫത്ഹ് വിജയവും വന്നു, ജനങ്ങൾ കൂട്ടമായി തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് താങ്കൾ കാണുകയും ചെയ്തു. എങ്കിൽ
ഇനി വേണ്ടതെന്ത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ പരിശുദ്ധനാക്കിക്കൊണ്ട് തസ്ബീഹ് ചെയ്യുക, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. ഇന്നഹു ഖാന തവ്വാബ, പശ്ചാത്താപം വളരെയധികം സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. ഈ സൂറത്തും അവതരിക്കപ്പെടുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ പൂർത്തീകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം പ്രവാചകന് ലഭിച്ചു. വലഖദ് നസ്റക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലരായിരുന്നു, ക്ഷീണിതരായിരുന്നു, ആളിലും ബലത്തിലും ആയുധ ശക്തിയിലുമെല്ലാം വളരെ ദുർബലരായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം കൊണ്ട് ബദർ യുദ്ധം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. യുദ്ധമുഖത്തെത്തിയ മുസ്ലിങ്ങൾ നിരന്തരമായ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ നിന്റെ സഹായം, അല്ലാഹുമ്മ നസ്റക്, അല്ലാഹുമ്മ നസ്റക്, അല്ലാഹുവേ നിന്റെ സഹായം, അല്ലാഹുവേ നിന്റെ സഹായം ആവർത്തിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിലെത്തിയ മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സഹായതേട്ടം അള്ളാഹ് സ്വീകരിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും വസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിയന്തര സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടിയല്ലോ, അള്ളാഹു അതിന് ഉത്തരം ചെയ്തു, മലക്കുകളെ നിയോഗിച്ചുകൊണ്ട് നിങ്ങളെ സഹായിച്ചു. ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ നിർണായക ഘട്ടത്തിൽ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഏത് സാഹചര്യം മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അവൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയിട്ടുള്ള സഹായഘട്ടമാണ് ഖുർആൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെ ബദർ മുതൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരുന്നു. അഹ്സാബ് യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇനി മുന്നേറ്റത്തിൻ്റെ കാലമാണ്, മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിൻ്റെ കാലമാണ്, കിതക്കുകയല്ല, മുസ്ലിങ്ങൾ കുതിക്കുകയാണ് ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെ നിന്നോട്ട് മുന്നോട്ടുള്ള ഗമനം വളരെ സുശക്തവും അതിവേഗത്തിലുമായിരുന്നു. ആ വിജയത്തിൻ്റെ പാതയിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഹുദൈബിയ സന്ധി ഉണ്ടായിരുന്നത്. ഖുർആൻ ആ സന്ധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, വളരെ വ്യക്തമായ വിജയമാണ് താങ്കൾക്ക് നാം നൽകിയതെന്ന് ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചു. അതിൻ്റെ അനന്തരഫലം മക്ക രാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും മക്കയിൽ ആളുകളുടെ മനസ്സുകളിൽ നിന്ന് ബിംബങ്ങളും പ്രതിഷ്ഠകളും ഇല്ലാതായി പകരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും പ്രതിഷ്ഠിക്കപ്പെടുകയും തൗഹീദിൻ്റെ ആളുകളായി മാറുകയും ചെയ്തു. അതോടനുബന്ധമായി കഅബയുടെ ശുദ്ധീകരണവും നടന്നു. കഅബ എന്തിനു വേണ്ടി നിർമ്മിച്ചു, ആ ലക്ഷ്യത്തിലേക്ക് കഅബയെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ സന്ദേശത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്ഥാപിതമായ കഅബ അത് മലിനീകരിക്കപ്പെട്ടിരുന്നു. അതിനെ വീണ്ടും വിമലീകരിച്ചുകൊണ്ട് തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും അങ്ങനെ മക്ക രാജ്യം ഹജ്ജിന്റെ കേന്ദ്രം, ഉംറയുടെ കേന്ദ്രം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും ചെയ്തു. ഈ മഹത്തായ അനുഗ്രഹം താങ്കൾക്ക് വന്നു. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഇനി ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് താങ്കൾ കാണുകയും ചെയ്തു. പിന്നീട് മുസ്ലിങ്ങളുടെ എല്ലാ ഭാഗത്തുമുള്ള ഗോത്ര വിഭാഗങ്ങൾ മദീനയിൽ വരുന്നു, പ്രവാചകനോട് സംവദിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാമിലേക്ക് കൂട്ടമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂട്ടമായി ഇസ്ലാമിലേക്കുള്ള പ്രവേശനം താങ്കൾ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുക, അവനെ താങ്കൾ തസ്ബീഹ് ചെയ്യുക, വസ്തഗ്ഫിർഹു, അല്ലാഹുവേ പൊറുക്കണേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നഹു ഖാന തവ്വാബ, അല്ലാഹു ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്ത് കൂടി അവതരിച്ചു. പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ സംക്ഷേപമായ ഈ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞു. ആ സൂറത്ത് അവതരിച്ചതോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, എൻ്റെ ദൗത്യപൂർത്തീകരണമായിരിക്കുന്നു. ഇനി എനിക്ക് ദൗത്യമല്ല ഉള്ളത്. അവശേഷിക്കുന്ന കാലങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനോട് ആരാധനാ നിമിത്തമായി കഴിയുകയും പടച്ചവനുമായി ഹൃദയബന്ധം ഭക്തിപൂർവ്വം നിർവഹിക്കുകയും ചെയ്യാനാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നൽകിയ നിർദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തുകയുണ്ടായി. അങ്ങനെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹജ്ജ് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഘട്ടങ്ങൾ പടച്ചവനോട് കൂടുതൽ അടുക്കുകയും തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ശേഷമുള്ള പ്രധാനപ്പെട്ട മറ്റവശേഷിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമെന്നോണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിലേക്ക് പുറപ്പെട്ടു. 8 വർഷത്തിൻ്റെ ശേഷം ഉഹദിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ നമസ്കാരം നിർവഹിച്ചു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ ആളുകൾക്ക് ജനാസ നമസ്കരിക്കണമെന്നത് നിർബന്ധമില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞ ശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചത്. മറ്റാർക്ക് വേണ്ടിയും മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 വർഷം പിന്നിട്ട ശേഷമാണ് ഉഹദ് സിയാറത്ത് ചെയ്യുന്നത്. ഉഹദിലെത്തിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാധാരണ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് പോലെ ആ ഉഹദിലുള്ള ഖബറിൻ്റെ സമീപത്ത് എന്തുകൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്ന് ജനങ്ങൾക്ക് നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ഇന്നി ഫറത്തുക്കും വ ഇന്നി ഷഹീദുൻ അലൈക്കും വ ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി അല്ലാൻ വ ഇന്നി ഉഅതീതു മഫാത്തി ഖസാഇനിൽ അർദ് വ ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും മൻ തുശ്രികൂ ബഅദി വലാകിന്നി അഖാഫു അലൈക്കും മൻ തനാഫസൂ ഫീഹാ വതഖ്തുലൂ ഫതഹ്ലകൂ കമാ ഹലക മൻ കാന ഖബ്ലകും. ഇന്നി ഫറത്തുക്കും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി നിങ്ങളെ കാത്തിരിക്കുന്നവനാണ്. നിങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഇപ്പോൾ ഹൗദ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. വ ഇന്ന മൗഇദകുമുൽ ഹൗദ്, നിങ്ങൾക്കുള്ള വാഗ്ദത്ത സ്ഥലം ഹൗദുൽ കൗസറാണ്. അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഈ ലോകത്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുകൾ എനിക്കിതാ നൽകപ്പെട്ടിരിക്കുകയാണ്. വ ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും മൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിന്നി അഖാഫു അലൈക്കും മൻ തനാഫസൂ ഫീഹാ, എന്നാൽ ദുനിയാവിൻ്റെ കാര്യം നിങ്ങളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. ആ ദുനിയാവിന് വേണ്ടി നിങ്ങൾ കിടമത്സരം നടത്തിയേക്കും. അങ്ങനെ നിങ്ങൾ പരസ്പരം വധിക്കുകയും പൂർവകാല സമുദായങ്ങൾ നശിച്ചതുപോലെ നാശത്തിലേക്ക് എത്തിപ്പോവുകയും ചെയ്യുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാന്മാരായ സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്ന് ഉപദേശിക്കുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായൊരു ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് നൽകുന്നത്. തൻ്റെ മരണം വളരെ സമീപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന മഹത്തായൊരു സന്ദേശമാണ്. ദുനിയാവിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി കടമത്സരം നടത്തിക്കൊണ്ട് നേതൃത്വപരമായ സംഘടനകളും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ട് രാജ്യങ്ങളും അധികാരങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് പരസ്പരം കൊല്ലുന്ന, നശിപ്പിക്കുന്ന ഒരു ജനവിഭാഗമായി നിങ്ങൾ മാറിയേക്കും. ഇത് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉപദേശിച്ചു. ഇത് കഴിഞ്ഞ ശേഷം മറ്റൊരു രാത്രി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബഖീഇലേക്ക് പുറപ്പെട്ടു. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഖബറിടമാണ് ബഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളുണ്ട്, വളരെ അടുത്ത ബന്ധമുള്ള സഹാബികളുണ്ട്, മറ്റ് മുസ്ലിങ്ങളിൽപ്പെട്ട പലരുമുള്ള ഒരു ഖബർസ്ഥാനിയാണ് ബഖീ. ബഖീഉൽ ഗർഖദ് എന്നാണ് അതിൻ്റെ പേര്. ഗർഖദ് എന്ന് പറയുന്ന ചെടിയായിരുന്നു ആ പ്രദേശത്ത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ആ ബഖീഇലേക്ക് റസൂല് പുറപ്പെടുന്നത് അർദ്ധരാത്രി കഴിഞ്ഞ ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചില സഹായങ്ങളും ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ അബൂ മുവൈഹിബയെ വിളിച്ച് റസൂല് പറഞ്ഞു, ഇന്നി ഖദ് ഉമിർതു അൻ അസ്തഗ്ഫിറ ലി അഹ്ലിൽ ബഖീ, ബഖീകാർക്ക് വേണ്ടി പാപമോചനം തേടാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. അതുകൊണ്ട് വരൂ, നമുക്ക് പോകാം. രണ്ടുപേരും ഒന്നിച്ച് ബഖീയിലേക്ക് ചെന്നു. ആ ബഖീയിൽ അവരുടെ കബറിടത്തിൻ്റെ അടുക്കൽ നിന്നപ്പോൾ റസൂല് പറഞ്ഞത്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ.
എന്ന് റസൂൽ പറഞ്ഞു, അഖ്ബലത്തിൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. കൂരിരുട്ടുള്ള രാത്രിയുടെ ഭാഗങ്ങൾ വരുന്നത് പോലെ ഫിത്തനകൾ, പരീക്ഷണങ്ങൾ, നാശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ അടുത്തത് വീണ്ടും ആരംഭിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായി പിറകെ വരുന്നതോ അത് ഏറ്റവും കൂടുതൽ കടുത്ത പരീക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നി ഖദ ഊതീതു മഫാത്തിഹ ഖസാഇന ദുനിയ വൽ ഖുൽദ ഫീഹാ. ഇത് പറഞ്ഞ ശേഷം അബൂ മുബൈഹിബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൻ്റെ ഖജനാവ് നൽകിയിട്ടുണ്ട്, ഈ ദുനിയാവിൽ ശാശ്വതത്വവും നൽകിയിട്ടുണ്ട്. അത് വേണമോ എന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ അൽ ജന്ന വഖയ്യിറതു ബൈന ലിഖാഇ റബ്ബി വൽ ജന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും സ്വർഗവും തിരഞ്ഞെടുക്കാം. ഇത് രണ്ടിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂ മുവഹിബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വേണ്ടത് അങ്ങ് ഈ ദുനിയാവിലുള്ള ശാശ്വതത്വം തിരഞ്ഞെടുക്കുക, എന്നിട്ട് സ്വർഗവും കിട്ടണം. ആ മാർഗമാണ് താങ്കൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി യാ അബാ മുവൈഹിബ ലഖദ് ഇഖ്തർതു ലിഖാഅ റബ്ബി വൽ ജന്ന. അബൂ മുവഹിബ, എന്നാൽ അതല്ല ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ തിരഞ്ഞെടുത്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിൽ ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ വർഷത്തിൻ്റെ ശേഷം നീ എന്നെ കാണണമെന്നില്ല. ഫതമുറ ബിഖബ്രി വ മസ്ജിദി. നീ വരുമ്പോൾ എൻ്റെ ഖബറുണ്ടായിരിക്കും, എൻ്റെ പള്ളി ഉണ്ടാകും, അതിലെയായിരിക്കാം നീ നടന്നു പോവുക. ഇത് കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തബ്കിയ മുആദ് ഫഇന്നൽ ബുകാഅ മിനശ് ശൈത്വാൻ. മുആദേ, കരയരുത്. ഇത്തരം കരച്ചിൽ അത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് ഉപദേശിക്കുകയും മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലുള്ള തൻ്റെ ഗവർണർ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീലുള്ള ഒരു ജനാസയിൽ പങ്കെടുത്തു. ഈ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ വിശദമായി വിവരിക്കുന്നുണ്ട്. ജനാസയിൽ പങ്കെടുത്ത് ഖബറടക്കം കഴിഞ്ഞപ്പോൾ തലവേദന വന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ തലവേദന ശക്തമായി തീർന്നു. നല്ല ഒരു തുണിയെടുത്ത് വളരെ ശക്തമായ രീതിയിൽ പ്രവാചകൻ തലയിൽ കെട്ടി ബന്ധിച്ചു. എന്നിട്ടും അതിൻ്റെ പുറത്തേക്ക് പോലും ചൂടനുഭവപ്പെടുന്ന രീതിയിലുള്ള ശക്തമായ തലവേദന. ഒരു തിങ്കളാഴ്ച ദിനം സഫർ മാസം 29 ഹിജ്റ വർഷം 11 ഈ സംഭവം ഉണ്ടായിരുന്നത്. ആ ജനാസ ഖബറടക്കം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അവിടെ വന്നിട്ട് റസൂല് പറഞ്ഞു, വല്ലാത്തൊരു തലവേദന എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനും തലവേദനയായി ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കൊരു സാരല്ല, നീ ആദ്യം മരിക്കുന്നുവെങ്കിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും നമസ്കരിക്കുന്നതും ഖബറടക്കുന്നതുമൊക്കെ ഞാനായിരിക്കും കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തമാശ രൂപത്തിൽ ചോദിച്ചത്, ശരി, അപ്പം ഞാൻ നേരത്തെ മരിക്കണം, എന്നിട്ട് വേണം നിങ്ങൾക്ക് മറ്റു ഭാര്യമാരോടൊപ്പം കഴിയാനല്ലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു തമാശയായി തന്നെ കാണുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് തുടങ്ങിയതാണ് തലവേദന. അന്ന് പ്രവാചകന്റെ താമസം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകന്റെ രോഗം കൂടിക്കൊണ്ടേയിരുന്നു.
ഓരോ ദിനവും അള്ളാഹുവിൻ്റെ റസൂല് ഭാര്യമാരോട് ചോദിക്കും, ഐന അന വദൻ, ഐന അന വദൻ, നാളെ ഞാൻ എവിടെയായിരിക്കും, നാളെ ആരുടെ വീട്ടിലാണ്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദിനങ്ങൾ ഭാര്യമാർക്കിടയിൽ കൃത്യമായും ഭാഗിച്ചിട്ടുണ്ട്. ഓരോ ഭാര്യയ്ക്കും അവകാശപ്പെട്ട ദിനങ്ങളാണ് ഓരോരുത്തർക്കുമുള്ളത്. അതിൽ സൗദ റളിയല്ലാഹു അൻഹയുടെ ദിനം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദാനമായി നൽകിയതുകൊണ്ട് ആ 2 ദിനം ആയിഷയുടെ വീട്ടിലായിരിക്കുമെന്ന് മാത്രം. ഭാര്യമാർക്കെല്ലാം അറിയാം റസൂൽ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയാം. കാരണം ഭാര്യമാരുടെ കൂട്ടത്തിൽ ആരോഗ്യമുള്ള യുവതിയായിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രായം ചെന്നവരാണ്. ഒരു രോഗിയെ പരിചരിക്കാൻ വേണ്ടത്ര ആരോഗ്യമോ ശേഷിയോ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാര് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ അങ്ങക്ക് താമസിക്കാം, എല്ലാവർക്കും സമ്മതമാണ്, ആർക്കും അതിലൊരു ആക്ഷേപമോ പരാജയമോ ഇല്ല എന്ന് മനസ്സ് തുറന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു. എല്ലാവരും പരിഞ്ഞെഴുതൽ പങ്കാളിയാവുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്ന രംഗം ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തലയിൽ നന്നായി കെട്ടിയിരിക്കുന്നു. ഫളൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ചുമരിൽ കൈവച്ചുകൊണ്ട് രണ്ടാളും താങ്ങിക്കൊണ്ടാണ് റസൂലിനെ ആയിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 2 കാലുകളും നടക്കാൻ വയ്യാത്തതുകൊണ്ട് നിലത്തുകൂടെ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആ നടന്നു പോകുന്ന വഴിയിൽ വലിച്ചടച്ചതിൻ്റെ വരകൾ, അടയാളങ്ങൾ കാണാമായിരുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം അവശനും പ്രയാസപ്പെട്ടുകൊണ്ടുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദിനങ്ങളുണ്ടായിരുന്നത്. ഒരാഴ്ചക്കാലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അള്ളാഹുവിൻ്റെ റസൂല് താമസിച്ചിരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷമം അനുഭവിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകന് വേണ്ടി മന്ത്രം നടത്തിയിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. മുഅവ്വിദാത്തുകൾ അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ യാ റബ്ബിൽ ഫലഖ്, ഖുൽ യാ റബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ, പ്രാർത്ഥനകൾ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു ചൊല്ലിയിരുന്നത്. അത് റസൂലിൻ്റെ കയ്യിൽ തന്നെ ഈ സൂറത്തുകൾ ഊതുകയും ആ കൈകൊണ്ട് തന്നെ പ്രവാചകന്റെ ശരീരം തടവിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മന്ത്രം ആയിഷ റളിയല്ലാഹു അൻഹ നിർവഹിച്ചു എന്ന് വ്യക്തമായ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവാചകനോടൊപ്പം എല്ലാ കാര്യത്തിലും ഭാര്യമാര് സഹകരിക്കുന്നു, സഹായിക്കുന്നു. ഇങ്ങനെ മരിക്കുന്നതിൻ്റെ 5 ദിനം മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ശക്തമായ രീതിയിലുള്ള പനി വരികയും വല്ലാതെ ബുദ്ധിമുട്ടാകുകയും ചെയ്തു. അല്പം ആശ്വാസം കിട്ടി, അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞു വന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, 7 കിണറിലെ വെള്ളം നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് ആ വെള്ളം എൻ്റെ ദേഹത്തൊഴിക്കൂ എന്ന് നിർദ്ദേശിച്ചതുപോലെ പരിസരങ്ങളിലുള്ള 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ടിരുന്നു. തണുത്ത വെള്ളം നിരന്തരമായി ഒഴിച്ചപ്പോൾ അല്പം ഒരാശ്വാസം തോന്നിയപ്പോൾ റസൂല് പറഞ്ഞു, ഹസ്ബുക്കും ഹസ്ബുക്കും, മതി മതി എന്ന് പറഞ്ഞു. ആ ആശ്വാസം കിട്ടിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ പ്രവാചകന്റെ ഉപദേശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പള്ളി നിറയെ ആളുകൾ പ്രവാചകന്റെ വരവ് കാത്തിരിക്കുകയാണ്. ആ പള്ളിയിലേക്ക് എത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഉപദേശങ്ങളാണ് നൽകുന്നത്. എക്കാലത്തെയും മുസ്ലിങ്ങൾ ഓർത്തിരിക്കേണ്ട, സ്വഹാബത്ത് അനുസ്മരിക്കേണ്ട മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങൾ നൽകിയിരുന്നു. സുദീർഘമായ പ്രസംഗത്തിൽ വളരെ ഊന്നൽ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇരുന്ന് അള്ളാഹുവിനെ സ്തുതിച്ച് പുകഴ്ത്തി പ്രാഥമികമായ വചനങ്ങൾക്ക് ശേഷം അവിടെ ആദ്യമായി പറയുന്ന ഖുത്ബയിലെ വചനം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ ലാ തത്തഖിദൂ ഖബ്രി വസനൻ യുഅബദ്. പൂർവകാല പ്രവാചകന്മാരുടെ അനുയായികൾക്ക് സംഭവിച്ചിട്ടുള്ള
വിശ്വാസപരമായ ഏറ്റവും വലിയൊരു അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് റസൂൽ നൽകുന്നത്. ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. അലൽ യഹൂദി വൻ നസാറ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളായ യഹൂദന്മാർ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുചരന്മാരായിട്ടുള്ള നസാറാക്കൾ, ഈ രണ്ട് വിഭാഗത്തെയും അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കുന്നു. എന്താണ് റബ്ബിൻ്റെ ശാപമുണ്ടാകാൻ കാരണം? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് നിയുക്തരായ നബിമാരുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതാണ് കാരണം. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാരോടുള്ള ആദരവ് ആരാധനാരൂപം പ്രാപിച്ചു കഴിഞ്ഞു. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അത് അതിർ വിട്ട് കടന്നുപോയി. ഈ അതിർ കടന്നുള്ള ബഹുമാനവും ആദരവും അവരെ ഖബറുകളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും സാഷ്ടാംഗങ്ങളും എന്ന് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നും ക്രൈസ്തവ സമൂഹം അവരുടെ വിശുദ്ധന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുടെ ഖബറിടത്തിൽ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ പണ്ട് കാലം മുതലേ അവർ ചെയ്തു വരുന്നു. അക്കാരണത്താൽ അല്ലാഹുവിൻ്റെ ശാപത്തിന് വിധേയമായിരിക്കുന്നു. ഇന്ന് റസൂല് പറഞ്ഞു, ലാ തത്തഖിദു ഖബ്രി വസനൻ യുഅബദു, എൻ്റെ ഖബർ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്ന് മുസ്ലിങ്ങളോട് ഉപദേശിക്കുകയും ചെയ്തു. ഒരു ബിംബത്തിന് മുമ്പിൽ ചെന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖബറിൻ്റെ മുമ്പിൽ ചെന്ന് ചെയ്യുമ്പോൾ ആ ഖബർ ബിംബമായി തീരുന്നു. അത്തരം പ്രവർത്തികളൊന്നും എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ ചെയ്യരുത് എന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ ഖുത്ബയിൽ ഒരു ഭാഗം അതായിരുന്നു. മുസ്ലിങ്ങൾ ഇന്ന് വളരെ കൃത്യമായും മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. ഖബറുകൾ ഇന്ന് ജാറങ്ങളാണ്. അത് മഹാന്മാരും ബഹുമാനിക്കപ്പെടുന്നവരുമാണെങ്കിൽ അത് ജാറങ്ങളാക്കി മാറ്റുന്നു. അവിടെ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, പലതരത്തിലുള്ള ബർക്കത്തുകൾ അതിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്നു. അതിൻ്റെ പുറമെ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ആളുകൾക്കറിയില്ല, അത്രമാത്രമാണ്. അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാളും ഏറെ ആളുകൾ ഭയപ്പെടുന്നത് ഇത്തരം ഖബറാളികളെയാണ്. പടച്ചവന്റെ പേരിൽ കള്ളസത്യം ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലെത്തിയാൽ സത്യം ചെയ്യില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നേർച്ചപ്പെട്ടിയിൽ 10 രൂപ നൽകാൻ മടിയുള്ള ആളുകൾ ഇത്തരം നേർച്ചപ്പെട്ടികളിൽ 1000 കൊടുക്കാൻ ഒരു താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നു. അങ്ങനെ വിശ്വാസ രംഗത്ത് വലിയ വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പോയി. അള്ളാഹു റസൂൽ താക്കീത് ചെയ്തൊരു വിഷയം അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, എൻ്റെ ഖബറിടത്തിൽ ഇത്തരം ഒരാരാധനാ സമ്പ്രദായങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ്. പ്രവാചകൻ തൻ്റെ ശരീരം ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. സ്വന്തം ശരീരം ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂല് പറഞ്ഞു, മൻ കുന്തു ജലത്തു ലഹു ലഹറൻ ഫഹാദാ ലഹരി, ആരുടെയെങ്കിലും മുതുകത്ത് ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുതുകിത നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പ്രതികാരം ചെയ്യണം എന്ന് അന്ന് റസൂൽ ആളുകൾക്ക് നൽകിയ വാക്കുകൾ നാം കാണുന്നു. മുസ്ലിം ഉമ്മത്ത് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഒമൻകുത്തു ശതംതു ലഹു ഇർളൻ ഫഹാദാ ഇർളി ഫൽയസ്തഖദ് മിൻഹു, ആരെങ്കിലും മാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനമിത നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് അതിനുള്ള പ്രതികാരം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അന്ന് നൽകുന്ന ഉപദേശമാണ്. നമുക്കറിയാം, ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളവും പ്രവാചകനോട് ഇത്തരം കാര്യത്തിൽ പരാതി ഉണ്ടാവില്ല. കാരണം അകാരണമായി ഒരു മനുഷ്യനെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉപദ്രവിച്ചിട്ടില്ല. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു വാക്ക് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാക്കിൽ നിന്ന് വന്നിട്ടില്ല. അത്തരം ഒരു ദുഷിച്ച ചിന്ത അവിടുത്തെ വിശുദ്ധ മനസ്സിലുണ്ടാകുന്നില്ല. എന്നിട്ട് പോലും പ്രവാചകൻ ഈ വിട പറയുന്നതിൻ്റെ 5 ദിവസം മുമ്പ് തൻ്റെ ശരീരം ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പറയുകയാണ്, ആരെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ഇവിടെ വന്ന് എൻ്റെ ശരീരത്തിൽ നിങ്ങൾ ചെയ്യണം. ആരെയെങ്കിലും മാനത്തിന് ക്ഷതമേൽപ്പിക്കും വിധം വല്ല കുത്തുവാക്കുകളും പറഞ്ഞെങ്കിൽ, ആരെങ്കിലും മനസ്സിനെ നോവിക്കുന്ന വല്ല പരിഹാസവാക്കുകളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ
അതിനൊക്കെയുള്ള പ്രതികാരം നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്യണം, ഒരിക്കലും നിങ്ങൾ പരലോകത്തേക്ക് അവശേഷിപ്പിക്കരുത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഇത് നമുക്ക് മാതൃകയല്ലേ സഹോദരങ്ങൾ? ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഈ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒരാൾ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത നിർലജ്ജാവസ്ഥ മുസ്ലിങ്ങളിൽ കാണുന്നു. മതത്തിന്റെ പ്രവർത്തകരിൽ പോലും ഈ ദുഷിച്ച സ്വഭാവം ഇന്ന് വന്നു കഴിഞ്ഞു. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ന്യൂനതകളും കുറവുകളും നോട്ടീസാക്കി ഇറക്കുക, അത് പരസ്യമായി വിളിച്ചു പറയുക. എന്നാൽ അവരുടെ ഒരു നന്മയും ജീവിതത്തിൽ ഈ ആളുകൾ പറയാറില്ല. അത്രമാത്രം മുസ്ലിങ്ങൾ ദുഷിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തിന്മയായ വാർത്തയുണ്ടെങ്കിൽ ഒരു ദിനം കൊണ്ടത് പ്രചരിക്കും. എന്നാൽ നന്മ അറിയാത്തവരെത്രയോ നമ്മുടെ സമൂഹത്തിൽ. അത്രമാത്രം ദുഷിച്ച ഒരു മനോഗതി, വിശ്വാസത്തിൽ നിന്ന് അകന്ന ദുഷ്ട മനസ്സിന്റെ ഉടമസ്ഥരായ മായിത്തീരുന്നൊരവസ്ഥ മുസ്ലിങ്ങൾക്ക് വന്നുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ താക്കീതായി പറയുന്ന മഹത്തായ സന്ദേശമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ആരെങ്കിലും അനാവശ്യമായി നമ്മൾക്ക് ഉപദ്രവിച്ചുകൂടാ. അകാരണമായി ഒരാളുടെ മനസ്സിനെ ദുഃഖമേൽപ്പിച്ചുകൂടാ, മുറിവേൽപ്പിച്ചുകൂടാ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യാജ ആരോപണങ്ങളും പരദൂഷങ്ങളും പറഞ്ഞു വരുത്തിക്കൂടാ. ആളുകളെ ഏഷണി പറഞ്ഞുകൊണ്ട് തമ്മിൽ ഭിന്നിപ്പിക്കുകയും ഛിദ്രിപ്പിക്കുകയും ചെയ്ത് സ്നേഹത്തിൽ കഴിയുന്ന ആളുകളെ തമ്മിലടിപ്പിച്ചുകൂടാ. ഇതൊന്നും മുസ്ലിങ്ങൾക്കുള്ള മാതൃകയല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ആർക്കെങ്കിലും വല്ല സാമ്പത്തിക ഇടപാടും എന്നിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം. ദിർഹമും ദീനാറും ഇല്ലാത്ത പരലോകത്തേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു. കാരണം പ്രവാചകൻ ഇടപാട് നടത്തിയിട്ടുള്ള ആളുകളാണ്. പ്രവാചകനാകുന്നതിന് മുമ്പ് കച്ചവടക്കാരനായിരുന്നു. പ്രവാചകനായതിൻ്റെ ശേഷം മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുന്ന റസൂല് എന്ന നിലക്ക് പല കാര്യത്തിലും ഇടപാടുകളിൽ പ്രവാചകൻ സംബന്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഇടപാടുകളും ബാക്കിയുണ്ടെങ്കിൽ എപ്പോൾ എന്നോടത് ചോദിക്കണം, വാങ്ങണം എന്ന് റസൂൽ ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ അനുചരിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് 3 ദിർഹം താങ്കളുടെ അടുത്ത് നിന്ന് തരാനുണ്ടായിരുന്നു. ഫളൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, അഅ്തിയ ഫളൽ. ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അത് താങ്കൾ കൊടുക്കൂ എന്ന് റസൂൽ ഉപദേശിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ ശേഷം വീണ്ടും പ്രസംഗം തുടരുകയാണ്. ആ ളുഹറിന് ശേഷമുള്ള പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായും ഊന്നൽ കൊടുത്തത് ഊസീകും ബിൽ അൻസാർ ഫഇന്നഹും കർശി വഅയ്ബതി വഖദ് ഖലൗ അല്ലദീ അലൈഹിം വബഖിയ അല്ലദീ ലഹും ഫഖബലൂ മിൻ മുഹ്സിനിഹിം വതജാവസൂ അൻ മുസീഹിം. റസൂലിന്റെ വസിയ്യത്ത്, അവസാന ഘട്ടത്തിൽ നൽകുന്ന വസിയ്യത്തുകളിൽ പ്രധാനമായ വസിയ്യത്ത് അൻസാരികളെ സംബന്ധിച്ചാണ്. അൻസാരികളെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെൻ്റെ കർശി, എൻ്റെ സ്വകാര്യക്കാരാണ്. അവരെന്നോട് ഏറ്റവും അടുത്തുള്ള സ്വകാര്യതയുടെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രത്യേകക്കാരായ അൻസാരികളുടെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്കുള്ള ബാധ്യത അവർ നിർവഹിച്ചിരിക്കുന്നു. എന്നാൽ അവർക്കുള്ള അവകാശങ്ങളെല്ലാം അവശേഷിക്കുക തന്നെയാണ്. അതിനാൽ അവരിൽ നിന്ന് നന്മ ചെയ്യുന്നത് നിങ്ങൾ സ്വീകരിക്കണം. അവരിൽ നിന്ന് അബദ്ധങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മാപ്പാക്കാനും കഴിയണം. ഇനി ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണത്തിലെ ഉപ്പ് പോലെ അൻസാരികൾ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഫമൻ വലിയ മിൻകും അംറൻ യദുറു ഫീഹി അഹദൻ ഔ യൻഫഉഹു, ആരെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു അധികാരം നിങ്ങളിൽ ആരേറ്റെടുത്താലും അൻസാരികളുടെ കാര്യത്തിൽ നിങ്ങൾ വിശാലമായ സമീപനം സ്വീകരിക്കണം. അവരുടെ നന്മകളെ നന്മകളായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അവരുടെ അബദ്ധങ്ങളെ മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ ശേഷം നടത്തിയ ഖുത്ബയിൽ പ്രധാനമായും ഊന്നി പറഞ്ഞു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്നാമത്തത്, അൻസാരികളെ സംബന്ധിച്ച് റസൂലിന്റെ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്.
ആരായിരുന്നു അൻസാരികളെന്ന് ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്ന ആർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും മക്കയിൽ കടുത്ത പീഡനം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് മദീനയിൽ നിന്ന് കുറച്ചാളുകൾ ഹജ്ജിന് വന്നിട്ടുള്ളത്. ആ ഹജ്ജിന് എത്തിച്ചേർന്ന മുശ്രിക്കുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സ്വകാര്യമായി കണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. കുറച്ചാളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയും അടുത്ത വർഷം മദീനയിൽ നിന്ന് കുറെ ആളുകളെ കൂടി കൊണ്ടുവരികയും ചെയ്തു. ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവര് ജംറത്തുൽ അഖബ എന്ന കല്ലെറിയുന്ന ആ കേന്ദ്രത്തിൽ അഖബ ഉടമ്പടി എന്ന വളരെ സുപ്രധാനമായൊരു കരാറ് ചെയ്തു. സ്വന്തം സന്താനങ്ങളെ, ഭാര്യമാരെ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. എല്ലാവിധ സംരക്ഷണവും താങ്കൾക്ക് ഞങ്ങൾ നൽകും. ഞങ്ങൾ മുഴുവൻ വധിക്കപ്പെട്ട ശേഷമല്ലാതെ അങ്ങക്കൊരു ഉപദ്രവം ഏൽക്കുകയില്ല. ഈ കരാറ് നൽകുമ്പോൾ പ്രവാചകന്റെ പിതൃവ്യന്മാരിൽ ഒരാളായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കരാർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുറൈശികളുടെയും അറബ് ലോകത്തിന്റെയും മുഴുവൻ ശത്രുത നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? എങ്കിൽ മാത്രം നിങ്ങൾ ഈ കരാർ ചെയ്താൽ മതി. അവര് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മരിച്ച ശേഷമല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനൊന്നും സംഭവിക്കില്ല. അങ്ങനെ കരാർ ചെയ്ത് അവിടെ നിന്ന് മുസ്ലിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞു വിട്ടു. അവസാനം അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനും മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ വന്ന മുസ്ലിങ്ങളെല്ലാം വെറും കൈയുമായിട്ടാണ് വന്നത്. വീടില്ല, കുടുംബമില്ല, ജീവിത മാർഗമില്ല, വിഷമാവസ്ഥയിലാണ് ഇവർ വന്നിട്ടുള്ളത്. ഈ വന്ന ആളുകളെ സ്വന്തം സഹോദരനായി അഹ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. അറബി ഭാഷയിൽ അഹ് എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു മാതാവിൽ നിന്ന് ജനിക്കുന്ന രണ്ട് സന്താനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ് ഉഖുവത്ത് എന്ന അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ആ രക്തബന്ധത്തിന് സമാനമായ ബന്ധം ഈ വന്ന മുഹാജിറുകളും മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളായ അറബികളും തമ്മിലുണ്ടായി. സമ്പത്തും സൗകര്യങ്ങളും ജീവിതത്തിന്റെ വിഭവങ്ങളും അവർ പങ്കുവെച്ചുകൊണ്ട് സഹായിച്ചു. ആ സഹായം പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ രംഗങ്ങളിലും അവർ പുലർത്തിക്കൊണ്ടിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ നിർണായകമായ സന്ദർഭത്തിൽ പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവാർപ്പണം ചെയ്തത് 11 അൻസാരി യുവാക്കളായിരുന്നു. ഓരോരുത്തരും റസൂലിന്റെ മുമ്പിൽ മരിച്ചു വീഴുകയായിരുന്നു. അതിന് മാത്രം റസൂലിന്റെ ജീവൻ സംരക്ഷിക്കണമെന്ന ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. അതവരെ നിർവഹിച്ചു. ഇങ്ങനെ മഹത്തായ മാർഗദർശനം, ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാർഗം തങ്കലിപികളാൽ ലോകത്തിനു മുമ്പിൽ വരച്ചു കാണിച്ച ഈ ജനവിഭാഗത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അപരനാമമാണ് അൻസാർ എന്ന് പറയുന്നത്. അതൊരു കുടുംബമല്ല, ഒരു ഗോത്രമല്ല. അവിടെ ഗോത്രങ്ങൾ ഔസ് ഉണ്ട്, ഹസ്റജ് ഉണ്ട്, ബനുൽ അശ്ശർ ഉണ്ട്, അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ ഗോത്രങ്ങളാണ്. ഈ മുസ്ലിങ്ങൾക്കെല്ലാം തന്നെ റബ്ബ് നൽകിയിട്ടുള്ള സ്ഥാനമാണ് അൻസാർ എന്ന അപരനാമം. ആ അൻസാരികൾ തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവാചകന്റെയും മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും സംരക്ഷണ ബാധ്യത കൃത്യമായും നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ വബഖിയല്ലദീ അലൈഹിം, അവരോടുള്ള അവകാശങ്ങളൊക്കെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ ഈ നിർണായകമായ സന്ദർഭത്തിൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള അൻസാരികളെ ഓർക്കുകയാണ്, നന്ദിപൂർവ്വം അവരെ അനുസ്മരിക്കുകയാണ്, അവരോടുള്ള കടപ്പാട് നിർവഹിക്കുവാൻ മുസ്ലിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു നന്മയുടെ ഉദാത്തമായ സംസ്കൃതിയുള്ള സമൂഹത്തിന്റെ മഹത്തായ മാതൃക അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹ് അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയാ മാ ഷാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. ഒരടിമ, ആ അടിമക്ക് ഈ ഭൗതിക ലോകത്തുള്ള വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നത്രയും അള്ളാഹു നൽകാമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് നൽകാമെന്ന് പറഞ്ഞു.
ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അടിമക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. ആ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. പ്രവാചകന്റെ പരസ്യമായ പ്രഖ്യാപനം. പലരും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. എന്താണ് പ്രവാചകൻ ഈ പറയുന്ന വാക്കിന്റെ ഉദ്ദേശമെന്ന് ചിന്തിച്ചില്ല. പണ്ടെങ്ങോ കഴിഞ്ഞ ഏതോ ഒരടിമയുടെ ജീവിതത്തിലെ അനുഭവമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്ന നിലക്കായിരുന്നു ശ്രോതാക്കളിൽ പലരും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സൂചന മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ ആ കാര്യം പുറത്തു വന്നു. ഇത് കേട്ടപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബക അബൂബക്കർ. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫദൈനാക ബി ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ മാതാക്കളെയും പിതാക്കളെയും അങ്ങക്കിതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫഅജിബ്നാ ലഹു, ഞങ്ങളൊക്കെ ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. ഫഖാല അന്നാസ്, ജനങ്ങൾ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദാ ശൈഖ് യുഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖയ്യറഹുല്ലാഹ്. അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയ ഒരു അടിമയെ കുറിച്ചല്ലേ അള്ളാഹു റസൂല് പറഞ്ഞത്? പിന്നെന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്? ഇയാളെന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യർ വകാന അബൂബക്കർ അഅലമിന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതോടെ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട വ്യക്തി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നായിരുന്നു. അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രഭാഷണത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹ്ബത്തിഹി വ മാലിഹി അബൂബക്കർ വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖദതു അബൂബക്കർ ഖലീല വലാകിൻ ഉഖ്വത്തുൽ ഇസ്ലാം വ മവദ്ദത്തു ലാ യുബഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബ അബീ ബക്കർ. എനിക്ക് സഹവാസം കൊണ്ടും ധനം കൊണ്ടും ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുള്ള വ്യക്തി അബൂബക്കറാണ്. അള്ളാഹുവിൻ്റെ പുറമെ ആരെങ്കിലും ഞാൻ ആത്മമിത്രം എന്ന വിശേഷണം, ഖലീൽ എന്ന വിശേഷണത്തിന് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അബൂബക്കറിനെയാണ് ഞാൻ ഖലീലായി തിരഞ്ഞെടുക്കുക. വലാകിൻ ഉഖ്വത്തുൽ ഇസ്ലാം വ മവദ്ദതുഹു, ഇസ്ലാമിൻ്റെ ഉഖ്വത്ത്, അഖ്, ആ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇസ്ലാമിൻ്റെ സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എന്നിട്ട് പറഞ്ഞു, ലാ യുബഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്. പള്ളിയിൽ നിന്ന് വീടുകളിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടക്കണം. പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് പലരുടെയും വീടുകളിലേക്കുള്ള വാതിലുകൾ ഉണ്ടായിരുന്നു. എല്ലാ കവാടങ്ങളും ഇനി കൊട്ടിയടക്കണം. ഇല്ലാ ബാബ അബീബക്കർ, അബൂബക്കറിന്റെ കവാടം മാത്രം അവശേഷിപ്പിക്കുക. ബാക്കിയുള്ള മുഴുവൻ വാതിലുകളും അടക്കണം, അവശേഷിപ്പിക്കരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയും ചെയ്തു. പ്രവാചകനും ഇസ്ലാമിനും ഏറ്റവും സഹായം ചെയ്ത മദീനയിലെ സമൂഹത്തെ അനുസ്മരിച്ച ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓർക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സുഹബത്ത്, പ്രവാചകനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ്. സാഹിബ് റസൂലില്ല, പ്രവാചകന്റെ സഹകാരി എന്ന്, ആത്മമിത്രമെന്ന്, ആത്മസുഹൃത്ത് എന്നുള്ള വിശേഷണമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊരു നേട്ടമാണ്, ഒരു അംഗീകാരമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സഹാബികൾക്കിടയിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമായി നേടിയെടുക്കാൻ കഴിഞ്ഞ
അത്യുന്നതമായ സ്ഥാനമാണ് സാഹിബ് റസൂലില്ല, പ്രവാചകന്റെ സാഹിബ് എന്നുള്ള ആ ബന്ധം സൂചിപ്പിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ച പ്രഥമ ഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അന്ന് മക്കയിൽ അറിയപ്പെടുന്ന നല്ല മനുഷ്യരിൽ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പല ആളുകൾക്കും അത്താണിയും സഹായമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ നല്ല മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യ ദിനം തന്നെ വിശ്വസിച്ചു. ആ വിശ്വാസം എത്രമാത്രം ദൃഢമായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള അനുഭവങ്ങൾ തെളിയിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടായിരുന്നു. ആ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മഖ്ദസിൽ പോയി മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചു. ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ട അബൂജഹൽ ഉടനെ തന്നെ പറഞ്ഞത്, ഞാൻ നിന്റെ ആളെ വിളിച്ചു കൊണ്ടുവരാം, നീ അവരോട് ഇത് പറയുമോ എന്നാണ്. ഒരാളെ പറഞ്ഞു വിട്ടു. അയാൾ ഓടിച്ചെന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിന്റെ ആളിപ്പോൾ എന്ത് പറയുന്നു എന്നറിയുമോ? ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസ് പോയി വന്നു എന്നാ പറയുന്നത്, നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. ആ കാലഘട്ടങ്ങൾ മാസങ്ങളിൽ യാത്ര ചെയ്തിട്ടാണ് ഫലസ്തീനിൽ പോയി കച്ചവടം ചെയ്ത് വരുന്നത്. അവരോടാണ് ഒരു രാത്രി കൊണ്ട് ഞാൻ പോയി തിരിച്ചു വന്നു എന്നുള്ള വിവരം പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പറഞ്ഞെങ്കിൽ ഞാനത് ദൃഢമായി വിശ്വസിക്കുന്നു, എനിക്കൊരു പ്രയാസം അത് വിശ്വസിക്കുന്നതിലില്ല. ഖബറുസ് സമാ, ആകാശ ലോകത്തു നിന്നുള്ള അള്ളാഹുവിന്റെ വഹി അദ്ദേഹത്തിന് വരുന്നുണ്ട്, ഞാനത് കേൾക്കുന്നില്ല, ഞാൻ ആ മലക്കിനെ കാണുന്നില്ല, അത് വിശ്വസിക്കുന്നവനാ ഞാൻ. പിന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിൽ അത് വിശ്വസിക്കാൻ ഒരു പ്രയാസവും എനിക്കില്ല. അദ്ദേഹം റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നു, പ്രവാചകരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അബൂജഹലിന്റെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, എൻ്റെ അനുഭവമാണെന്ന് റസൂൽ അത് വിശദീകരിച്ചു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഒരു സന്ദേശവുമായിട്ടാണ് വന്നത്. എന്താണ് ആ സന്ദേശം എന്നറിയുമോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സത്യപ്പെടുത്തുന്നവൻ എന്ന ഒരപരനാമം അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന സന്ദേശവുമായിട്ട്. അള്ളാഹു നൽകിയ അപരനാമമാണത്. സമൂഹം പേരിട്ടതല്ല, പ്രവാചകൻ വിളിച്ചതല്ല, റബ്ബ് പറഞ്ഞതാണ്. ആളുകളുടെ മനസ്സുകൾക്ക് വസ്വാസുകൾ വരാൻ, സംശയങ്ങൾ ഉണ്ടാകാൻ, ശത്രുക്കൾക്ക് പരിഹസിക്കാൻ ലഭ്യമായ ഒരു അവസരമായിരുന്നു പ്രവാചകന്റെ ഈ അത്ഭുത യാത്രയും അനുഭവങ്ങളും. അത് പറഞ്ഞപ്പോൾ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ, അല്പം പോലും സന്ദേഹമില്ലാതെ അങ്ങ് വിശ്വസിച്ച വ്യക്തിയായപ്പോൾ അള്ളാഹു കൊടുത്ത പേരാണ് സിദ്ദീഖ്. അന്ന് മുതലാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അനുഭവം. ആളുകളെല്ലാം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അദ്ദേഹം ഹിജ്റ പോയില്ല. അദ്ദേഹം പ്രവാചകരോടൊപ്പം ഹിജ്റ പോകാൻ വേണ്ടി കാത്തിരുന്നു. ഒരു നട്ടുച്ച സമയത്ത് പതിവിന് വിപരീതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി വന്നു. സലാം പറഞ്ഞ ശേഷം അടുത്തുള്ളവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അത് പുറത്താരുമില്ല, ആയിഷയാണ്. റസൂല് പറഞ്ഞു, എനിക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു. ആ സന്ദർഭത്തിന് സാക്ഷിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്സുഹബ യാ റസൂലല്ലാഹ്, താങ്കളോടൊപ്പം ഞാനും വരട്ടെ, എന്നെയും അനുവദിക്കുമോ എന്ന് ചോദിച്ചു. റസൂലേ നഅം, അതേ എന്ന് മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ എൻ്റെ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകി. ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒരു മനുഷ്യൻ കരയുന്നത് കണ്ടത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം.
ദുർഘട സരണിയായിരുന്നു ആ യാത്ര. പതിവിന് വിപരീതമായി മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലൂടെ താണ്ടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു ഹിജ്റ. ഈ രണ്ട് മനുഷ്യരുടെയും തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ലഭിക്കുവാൻ വേണ്ടി ഖുറൈശികളുടെ സേന എല്ലാ ഭാഗത്തും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായി ഒരുമിച്ച് അദ്ദേഹം പോവുകയാണ്. വഴിയിൽ വെച്ച് റസൂലിലേക്ക് ചോദിച്ചു, അബൂബക്കർ, എന്താ താങ്കൾ ചിലപ്പോൾ ഞങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നത്? ചിലപ്പോൾ എന്താ താങ്കൾ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്നത് എന്താ? പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ സ്വീകരിച്ചതുകൊണ്ട് റസൂൽ ചോദിച്ചത്. അബൂബക്കർ അല്ലാഹുവിന് പറഞ്ഞ മറുപടി എക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ ശത്രുക്കൾ പിന്നിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഭൂപ്രദേശമാകുമ്പോഴാണ് നിങ്ങളോട് മുന്നോട്ട് പോകാൻ ഞാൻ പറയുന്നത്. ശത്രുക്കൾ പതിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സ്ഥലം എത്തുമ്പോഴാണ് ആ സ്ഥലത്ത് പോയി നോക്കി ശത്രുക്കളിൽ നിന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങളോട് വരാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ വധിക്കപ്പെട്ടാൽ ഒരു വ്യക്തിയുടെ നാശം മാത്രമാണ്, അങ്ങ് വധിക്കപ്പെട്ടാൽ ഒരു ഉമ്മത്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ആ ദുർഘട സരണിയിലുള്ള പ്രവാചകനോടൊപ്പമുള്ള യാത്ര ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിറാ സൗർ ഗുഹയിൽ അഭയം തേടിയിട്ടുള്ള സന്ദർഭമുണ്ടായല്ലോ. ശത്രുക്കളുടെ കാൽപാദങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ അബൂബക്കർ അല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ആ വെള്ളത്തുള്ളികൾ പ്രവാചകന്റെ ശരീരത്തിൽ പതിച്ചു. കണ്ണു തുറന്ന റസൂല് ചോദിച്ചു, എന്താ അബൂബക്കർ? റസൂലുള്ളാഹിയോട് പറഞ്ഞത്, ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. നാം കണ്ടെത്തിക്കഴിഞ്ഞാൽ അങ്ങക്ക് നാശം വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ആ രംഗം ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. ഇദ് ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ഗുഹയിൽ കഴിഞ്ഞ സന്ദർഭമെന്ന് വിശുദ്ധ ഖുർആൻ എക്കാലത്തേക്കുമുള്ള മുസ്ലിങ്ങൾക്ക് പാരായണം ചെയ്യുവാൻ ആയത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം മദീനയിലെ ഓരോ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിഴൽ പോലെ ജീവിതത്തിന്റെ എല്ലാ നിർണായക സന്ദർഭങ്ങളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും തൻ്റെതായ പങ്ക് നിർവഹിക്കുകയും ചെയ്തു. അത് ശരീരം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട്, തൻ്റെ ഇടം കൊണ്ട്, ഉചിതമായ അഭിപ്രായങ്ങൾ കൊണ്ട്, മാന്യമായ സമീപനങ്ങൾ കൊണ്ട് എല്ലാം ഇസ്ലാമിന് അദ്ദേഹം സേവനം ചെയ്തു. അതാണ് റസൂൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ധനമാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. നല്ല നിലയിൽ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. ആ കച്ചവട രംഗത്ത് ശ്രദ്ധേയനായ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇസ്ലാമിന്റെ പ്രഥമഘട്ടം മുതൽ തന്നെ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യാലാണ് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലുള്ള 5ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. പ്രബോധന രംഗത്ത് അദ്ദേഹം പ്രവാചകനോടൊപ്പം ആദ്യഘട്ടം മുതൽ തന്നെ സഹകരിക്കുകയും ആളുകൾ ഇസ്ലാമിനെ കൊണ്ടുവരികയും ചെയ്തു. അത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ മുസ്ലിമായ ബിലാൽ റളിയല്ലാഹു അൻഹു ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പാറക്കല്ലും ചാട്ടവാറിന്റെയും ഇടയിൽ കിടന്ന് നിലവിളിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, അഹദ് അഹദ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിലാലിനെ കണ്ടപ്പോൾ ഈ ബിലാലിനെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ചോദിച്ചു, യജമാനനോട് നിനക്ക് എന്ത് തന്നാൽ നീ ബിലാലിനെ തരും? ഏറ്റവും വലിയ വിലയാണ് അന്ന് പറഞ്ഞത്. ആ ചോദിച്ച പണം കൊടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനെ വില കൊടുത്തു വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബിലാലെ, നീ സ്വതന്ത്രനാണ്, ഇനി അങ്ങോട്ട് നീ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നീ ജീവിച്ചുകൊള്ളൂ എന്ന് പറയുകയുണ്ടായി. അന്ന് മുതൽ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹത്തിന്റെ പണം വിനിയോഗിച്ചു കൊണ്ടേയിരുന്നു. ആ പണം എല്ലാ ഘട്ടത്തിലും അദ്ദേഹം വിനിയോഗിച്ചു. എല്ലാ യുദ്ധ ഫണ്ടുകളിലും അദ്ദേഹത്തിന്റെ പണമുണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്ന ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ പണമുണ്ടായിരുന്നു. മദീനയിലും പരിസരങ്ങളിലും പലപ്പോഴുമായി പള്ളികൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ധനം അതിലുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ മിക്ക സന്ദർഭങ്ങളിലും തന്റെ ധനം അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് റസൂല് പറഞ്ഞു, നമുക്ക് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള പലർക്കും എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ല അബൂബക്കർ, അബൂബക്കറിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അബൂബക്കർ ദാനം ചെയ്തിട്ടുള്ള ആ പണം
മറ്റാളുകൾ ചെയ്ത ദാനത്തേക്കാൾ എത്രയോ മികച്ചു നിൽക്കുകയാണ്. കാരണം വിജയിക്കുന്നതിന് മുമ്പുള്ള ഇസ്ലാമിന് വേണ്ടിയാണ് അദ്ദേഹം പണം വിനിയോഗിച്ചത്. ഈ മതത്തിൽ 12 ആളുകൾ മാത്രമുള്ള ഘട്ടം, 5 ആളുകൾ മാത്രമുള്ള ഘട്ടം, കടുത്ത പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മക്കയിലെ ഒറ്റപ്പെട്ട ചില വീടുകളിൽ, അത് തന്നെ അധികവും പാവപ്പെട്ട ആളുകൾ, ഇത് വിജയിക്കുമെന്ന് ആർക്കും അഭിപ്രായപ്പെടാൻ ഭാവനയിൽ കാണാൻ കഴിയാത്തൊരു കാലഘട്ടമാണത്. എന്നല്ല, അവസാനം അവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്ന അവസ്ഥയാണ് മുസ്ലിങ്ങൾക്കുണ്ടായത്. ആ പരാജയത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഘട്ടത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ പണം മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഉപകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അബൂബക്കറിന്റെ ധനം ഉപകരിച്ചതുപോലെ ഒരാളുടെ ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് റസൂൽ പറയാൻ കാരണം ഇതെക്കാലത്തേക്കുമുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്. ചരിത്രത്തിൽ അബൂബക്കർ ഉണ്ട്. ഇന്ന് മുസ്ലിങ്ങൾ അബൂബക്കർ എവിടെ? അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെ പണമുള്ളവരുണ്ട്, അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെ സമയമുള്ളവരുണ്ട്, സന്ദർഭമുള്ളവരുണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവരുണ്ട്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ദാഹിക്കുന്നത് അബൂബക്കറിന് വേണ്ടിയാണ്. മുസ്ലിം ഉമ്മത്തിന് ദാഹിക്കുന്നത്, മുസ്ലിം രാജ്യങ്ങൾ ദാഹിക്കുന്നത് അബൂബക്കറിന് വേണ്ടിയാണ്. ആ അബൂബക്കറിന്റെ നഷ്ടമാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ദുഃഖത്തിലാകാനുള്ള കാരണം. അതുകൊണ്ട് റസൂല് പറഞ്ഞു, അബൂബക്കറിനെ ഞാൻ ഖലീലായി സ്വീകരിക്കുമായിരുന്നു, പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഖലീൽ അള്ളയാണ്, അതുകൊണ്ട് ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല. എന്നാൽ അബൂബക്കർ ആരാണ്? അഖീ, എൻ്റെ സഹോദരനാണ്. പ്രവാചകന്റെ ഉറ്റ സഹോദരനായി പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത് ഈ പ്രസംഗത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനെയാണ്. എന്ന് റസൂല് പറഞ്ഞു, ലാ യുബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുത്ത്. മദീന പള്ളിയിൽ നിന്ന് വീടുകളിലേക്കുള്ള കവാടങ്ങളെല്ലാം ഇനി അടക്കണം, ആരും അവശേഷിപ്പിക്കേണ്ട, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെത് മാത്രം അവശേഷിപ്പിച്ചാൽ മതി എന്ന്. ഇത് മൊത്തം സഹാബികൾക്കിടയിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥാനം എന്തുമാത്രമാണ് എന്ന് പ്രവാചകൻ ഈ വചനത്തിലുള്ള ആളുകളെ മനസ്സിലാക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അന്ത്യോപദേശങ്ങളിൽ മരിക്കുന്നതിൻ്റെ 5 ദിനം മുമ്പ് നടത്തിയ പ്രഭാതം മുതൽ തുടർന്ന് ളുഹറിന്റെ ശേഷവും തുടർന്നു കൊണ്ടിരുന്ന സുദീർഘമായ പ്രസംഗത്തിൽ ഇസ്ലാമിന് വേണ്ടി താങ്ങും തണലുമായി എല്ലാം സമർപ്പിച്ചിട്ടുള്ള അൻസാരികളെയും അവരിൽ തന്നെ സഹാബികളിൽ തന്നെ ഏറ്റവും ഉന്നതനായ അബൂബക്കർ റളിയല്ലാഹുവിനെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അവരുടെ മഹത്വം ആളുകൾ മനസ്സിലാക്കണമെന്നും അവരുടെ മാതൃക മുസ്ലിങ്ങൾ സ്വീകരിക്കണമെന്നും മുസ്ലിങ്ങൾക്കെതിരോട് ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന ആ പ്രയാസകരമായ ഘട്ടത്തിലും തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ, അബദ്ധങ്ങൾ, സ്ഖലിതങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് തീർത്തും പരിശുദ്ധനായ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണമെന്ന് നിർബന്ധ സ്വരമാണ് പ്രവാചകൻ തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതെല്ലാം നമുക്കുള്ള മാതൃകയാണ്. നാം പലരോടും കുറ്റം പറയാറുണ്ട്, പലരെ സംബന്ധിച്ചും പരദൂഷണം പറയാറുണ്ട്, പലരെയും വേദനിപ്പിക്കാറുണ്ട്, മുറിവേൽപ്പിക്കാറുണ്ട്. ക്ഷമാപണം നടത്താൻ നമുക്ക് തന്നെ എന്തോ ഒരു പ്രയാസം. നിസ്സാരമായ കാര്യത്തിന് പോലും ക്ഷമ ചോദിക്കുന്ന റസൂലിന്റെ മാതൃക നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് ലജ്ജിക്കുന്നത്? എന്തിനാണ് ഈ അഹങ്കാരവുമായി നമ്മൾ നടക്കുന്നത്? നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ, ആരെയെങ്കിലും വിഷമിപ്പിച്ചുവെങ്കിൽ യാതൊരു വിഷമവുമില്ലാതെ എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം, പരലോകത്തേക്ക് അവശേഷിപ്പിക്കരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇത്തരം ഘട്ടങ്ങളിലാണ് അഹന്തയും അഹങ്കാരവും അഹംഭാവവും നമ്മളെ പിടികൂടാറുള്ളത്. എനിക്കെന്തിൻ്റെ കുറവാ? തറവാടിൻ്റെ കുറവോ? സ്ഥാനത്തിൻ്റെ കുറവോ? ഞാൻ അവൻ്റെ അടുക്ക പോയി കാലുപിടിക്കുകയോ? അതൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്യൂല എന്ന് പറയുന്ന അഹങ്കാരമല്ല നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് അബദ്ധം വന്നാൽ, തെറ്റു വന്നാൽ മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ആഖിറത്തിലേക്ക് അത് അവശേഷിപ്പിക്കാൻ നമുക്ക് കഴിയരുത്. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പ്രവാചകൻ സൂചിപ്പിച്ചത് ഇടപാടിൻ്റെ കാര്യമാണ്. വളരെ ലാഘവത്തോടെയാണ് ഇന്ന് സമൂഹം അത് കാണുന്നത്. 1 റിയാല് 2 റിയാലൊക്കെ വഞ്ചിച്ചാൽ അതൊരു വഞ്ചനയല്ല എന്നല്ല, 1000 മോഷ്ടിച്ചാലും അനർഹമായി ചതിയിലൂടെ വഞ്ചനയിലൂടെ എടുത്താലും അതൊന്നും പ്രശ്നമല്ല എന്നാണ്. ഇത് പറയുന്ന ആരാ? നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന അതേ ആളുകൾ തന്നെ. തൗഹീദുള്ള ആളുകൾ വരെ ഇക്കാര്യത്തിൽ വളരെ പുറകിലാണ്, വളരെ മോശമാണ്. ഇടപാടിന്റെ കാര്യത്തിൽ ആരാന്റെ അവകാശങ്ങൾ അല്പമെങ്കിലും അനർഹമായി ഒരു വ്യക്തി സമ്പാദിച്ചുവെങ്കിൽ അത് കൃത്യമായും തന്റെ ഹസനത്തുകൾ എണ്ണിക്കൊടുത്തുകൊണ്ട് പരലോകത്ത് കൈകടിക്കേണ്ടി വരുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. റസൂലൊക്കെ പറഞ്ഞ മുഫ്ലിസ് ആരാണെന്നറിയുമോ? പാപ്പർ ആരാന്നറിയുമോ? നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആഖിറത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ അനർഹമായ രീതിയിൽ ആളുകളെ ധനം സമ്പാദിക്കുകയും വഞ്ചനയും ചതിയും ചെയ്യുകയും പരദൂഷണവും ഏഷണിയും കുറ്റപ്പെടുത്തലുകളും നടത്തുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തി ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ ചെയ്ത ഹജ്ജിന്റെ, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ എല്ലാ പ്രതിഫലങ്ങളും ഈ ആളുകൾക്കൊക്കെ ഓഹരി വെച്ച് കൊടുക്കേണ്ടി വരും. അവർക്കെല്ലാം ഓഹരി വെച്ച് കൊടുത്തിട്ട് പിന്നെയും അവകാശികൾ അവശേഷിക്കുന്നുവെങ്കിൽ അവരുടെ തിന്മകൾ തിരിച്ചിങ്ങോട്ട് ഇവന് കൊടുക്കുകയും ചെയ്തുകൊണ്ട് നന്മകളെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ പാപഭാരവും കൂടി ഏറ്റെടുക്കേണ്ടി വരുന്ന വ്യക്തിയാണ് മുഫ്ലിസ്, പാപ്പറായവൻ എന്ന് അല്ലാഹു റസൂൽ പുതിയൊരു നിർവചനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താക്കീദിന്റെ സ്വരത്തിൽ തന്നെ ഗൗരവപൂർവ്വം തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, ഉംറക്ക് പോകാറുണ്ട്, മറ്റു പല സൽക്രമങ്ങളും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നാവിന് നിയന്ത്രണം വേണം. നമ്മുടെ മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾക്ക് നിയന്ത്രണമൊക്കെ ഉണ്ടാക്കാൻ കഴിയണം. ഇടപാടുകളിൽ കൃത്യതയും വളരെ സൂക്ഷ്മതയും പുലർത്താൻ നമുക്ക് സാധിക്കണം. അനർഹമായ രീതിയിൽ ഒരാളുടെ ധനവും എൻ്റെ ശരീരത്തിലുണ്ടായിക്കൂടാ, എൻ്റെ ധനത്തിലുണ്ടായിക്കൂടാ, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കില്ല. അങ്ങനൊരു തീരുമാനം നമുക്കുണ്ടാകണം. മൂന്നാമതായി പ്രവാചകൻ ആദ്യം സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി നമ്മൾ ഓർക്കുക, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയമാണ്. ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയമാണ് റസൂൽ സൂചിപ്പിച്ചത്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും നശിച്ചു പോയത് നബിമാരുടെ ഖബറിടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ ആരും അവരുടെ പ്രവാചകന്മാരുടെ ബിംബമുണ്ടാക്കി ബിംബപൂജ നടത്തല്ല ചെയ്തത്, ഖബർ പൂജയെ നടത്തിയത്. ആ ഖബറാരാധനയാണ് അവരെ നശിക്കാൻ കാരണം. ഈ നാശം മുസ്ലിം ഉമ്മത്തിന് വരരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മനസ്സിലാക്കിയത്. അത്തരം ഒരു ദുരവസ്ഥ റസൂലിന്റെ ഖബറിടത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് പ്രവാചകൻ നമ്മളോട് ശക്തമായ രീതിയിൽ താക്കീത് ചെയ്തിട്ടുള്ളത്. ഇത് റസൂലിന്റെ ഖബറിൽ പോലും ഇത്തരത്തിലുള്ള ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ പാടില്ല എങ്കിൽ പ്രവാചകനേക്കാൾ താഴേക്കടയിൽ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ, മഹാന്മാരുടെ, തങ്ങന്മാരുടെ, സ്വാലിഹീങ്ങളുടെ ഖബറിടത്തിൽ എങ്ങനെ നമ്മൾ ചെയ്യും? ഇതെല്ലാം ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഷിയാക്കളെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള മുസ്ലിം സമൂഹത്തിലെ വിഭാഗങ്ങളും ഇതിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശ്രദ്ധേയമായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളായി തീരാൻ നമുക്ക് സാധിക്കണം. പ്രവാചകനും സഹാബികളും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അബൂബക്കർ അള്ളാഹുവിൻ്റെയും അൻസാരികളുടെയും മാതൃക സ്വീകരിക്കുന്ന സ്വർഗാവകാശികളാകാൻ നമുക്കും സാധിക്കണം. അതിനുള്ള എല്ലാ മഹാഭാഗ്യവും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ചെയ്തിട്ടുള്ള എല്ലാ സൽക്രമങ്ങളും പൂർണ്ണമായും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ അമലുകളായി പരലോകത്തേക്ക് അള്ളാഹു അവശേഷിപ്പിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ അള്ളാഹുവിൻ്റെ എല്ലാവിധ റഹ്മത്തും അനുഗ്രഹവും കൊണ്ട് നിറക്കുമാറാകട്ടെ. അവരുടെ ഖബർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിന് അവസാനം നൽകുകയും അതിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹ അമലായി അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് പ്രതിഫലം നൽകുമാറാകട്ടെ.
അള്ളാഹു അവരെയും നമ്മയും എല്ലാം അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.